കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ ഉയർന്നു വന്നിട്ട് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ബലം കാണുകയാണ് ഇപ്പോൾ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങൾ, വേതനങ്ങൾ, തൊഴിൽ വേതനങ്ങൾ ഒക്കെ വർദ്ധിക്കുവാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരികയാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് ഉപകാരം. സാധാരണക്കാർക്ക് വർഷത്തിൽ 100 ദിവസമെങ്കിലും തൊഴിലും അതിലൂടെ വരുമാനവും ഉറപ്പാക്കുവാനാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. തൊഴിലാളികൾ തൊഴിൽ ആവശ്യപ്പെട്ടാൽ നൽകണമെന്നും വേതനം വൈകിയാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ പ്രതിദിന വേതനം കേരളത്തിൽ 346 രൂപയാണ്. നിലവിലെ ജീവിതശൈലിയും വില വർധനവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് കൂലിയായിരിക്കുന്ന 346 രൂപ എന്നത് വളരെ ചെറിയൊരു തുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന എമൗണ്ടിന് ചെറിയൊരു വർധനവ് ഉണ്ടാകും. പരമാവധി 400 രൂപയൊക്കെ ഉയർത്തുമെന്നാണ് പാർലമെന്റ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവൃത്തി ദിനങ്ങൾ കൂട്ടി വർദ്ധിപ്പിക്കണമെന്നും കൂടി നിർദ്ദേശമുണ്ട്. ഇപ്പോൾ പരമാവധി 100 ദിവസങ്ങളാണ്, അത് 150ആയി ഉയർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികൾ നമ്മുടെ പദ്ധതിയിൽ നിന്നും പിന്മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി മാസം തോറും പെൻഷനും കൂടി തൊഴിലുറപ്പിൽ നിന്നും കിട്ടും. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.